ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊക്കാറയുടെ സൈഡ് കട്ടും ടോപ്പ് കട്ടും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നതിനും അതുപോലെ സൈഡ് കട്ടും ടോപ്പ് കട്ടും എന്താണ് വ്യത്യാസം എന്ന് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ മൊക്കാറയുടെ സൈഡ് കട്ടിൻ്റെയും ടോപ്പ് കട്ടിൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു സൈസിൻ്റെ വ്യത്യാസം കാണിക്കുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ ജുഗൻ പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ടോപ്പ് കട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതേ സൈസിൽ തന്നെ എല്ലാ വെറൈറ്റിയും വേണമെന്നാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം വെറൈറ്റീസിൻ്റെ ടോപ്പ് കട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ വെറൈറ്റികളും ടോപ്പ് കട്ട് ആണെങ്കിൽ പോലും ഓരോ സൈസായിരിക്കും വരിക. ഇത് മൂഡാങ് എന്ന് പറഞ്ഞ ഒരു റെഡ് കളർ വെറൈറ്റിയുടെ ടോപ്പ് കട്ടാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ടോപ്പ് കട്ടാണ് ഇത്. അതേസമയം നോറ ബ്ലൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ടോപ്പ് കട്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും സൈസ് നോക്കുമ്പോൾ രണ്ടും ടോപ്പ് കട്ടാണ്, പക്ഷേ സൈസിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ വെറൈറ്റികളും ഇതേപോലെ തന്നെ സൈസിൽ നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ടോപ്പ് കട്ട് ആണെന്ന് പറയുമ്പോഴും സൈഡ് കട്ട് ആണെന്ന് പറയുമ്പോഴും എല്ലാം ലാർജ് സൈസ് അല്ല വരിക. അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ ഇത് നോറ ബ്ലൂവിൻ്റെ ടോപ്പ് കട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഹാഫൊക്കെയാണ് ഇതിൻ്റെ സൈഡ് കട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോ വെറൈറ്റി അനുസരിച്ചും ആ ഒരു സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് സൈഡ് കട്ടും ടോപ്പ് കട്ടിൻ്റെയും വ്യത്യാസം, അല്ലെങ്കിൽ ഓരോ വെറൈറ്റിയുടെ ആയാലും ടോപ്പ് കട്ടുകളുടെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി, അതായത് എപ്പോഴും വരാത്ത കുറച്ചധികം വെറൈറ്റീസ് ഇത്തവണ നമുക്ക് ടോപ്പ് കട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് കാണാം. അപ്പോൾ ടോപ്പ് കട്ടിലുള്ള എല്ലാ വെറൈറ്റിയും നമുക്ക് അതിൻ്റെ തന്നെ സൈഡ് കട്ടായിട്ട് കിട്ടില്ല. ചില വെറൈറ്റീസ് ടോപ്പ് കട്ടിൽ മാത്രമേ വരാറുള്ളൂ, സൈഡ് കട്ടിൽ അതങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാറില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് സൈഡ് കട്ടിന് റേറ്റ് വരുന്നത് 350 രൂപയും ടോപ്പ് കട്ടിന് റേറ്റ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. മൊക്കാറ ആദ്യമായിട്ട് വാങ്ങുന്നവരും അതുപോലെ തന്നെ കളക്ഷനിലേക്ക് പുതിയ വെറൈറ്റീസ് ഉൾപ്പെടുത്തുന്നവർക്കൊക്കെ പറ്റിയൊരു അവസരമാണിത്. കാരണം നമുക്ക് ടോപ്പ് കട്ടിലൊക്കെ ഒരുപാട് എപ്പോഴും വരാത്ത വെറൈറ്റീസ് ഇത്തവണ എത്തിയിട്ടുണ്ട്. അപ്പോൾ കളക്ഷനിലേക്ക് കൂടുതൽ വെറൈറ്റീസ് ഉൾപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല കുറച്ച് വെറൈറ്റീസ് എത്തിയ സമയമാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വെറൈറ്റീസൊക്കെയാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വെറൈറ്റീസാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഫോട്ടോസായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ എപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓരോ തവണയും ഒരു ഫ്ലവറിൻ്റെ റെഫറൻസ് പിക്ക് കിട്ടുമ്പോൾ നമുക്ക് പ്ലാന്റ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കാറ്റലോഗ് വരുന്നതാണ് കൂടുതലും റെഫറൻസ് പിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റെഫറൻസ് പിക്ക് കാണുന്നതിനേക്കാളും ഒരു 10% എങ്കിലും ആ ഒരു കളറ് നമ്മളൊന്ന് മനസ്സിൽ കുറച്ച് പ്രതീക്ഷിച്ചാൽ മതി. ചില വെറൈറ്റിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ഫോട്ടോ കണ്ടതിനേക്കാളും വളരെ ഭംഗിയുള്ളതായിട്ട് വിരിയുമ്പോൾ ഒരു 40% പ്ലാന്റുകളെങ്കിലും നമുക്ക് ഫോട്ടോയിൽ കണ്ട അത്രയും ഭംഗി അല്ലെങ്കിൽ അത്രയും ഡീപ്പ് കളർ ഉണ്ടാവില്ല എന്നുള്ളതൊരു സത്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 10% എങ്കിലും നമ്മൾ മനസ്സിൽ ഒരു ഇത്തിരി കളർ കുറച്ച് പ്രതീക്ഷിക്കാനാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് തോന്നിയുള്ളത്. എന്നാൽ ഒരുപാട് വെറൈറ്റീസ് നമ്മളെ ഞെട്ടിക്കുന്ന വെറൈറ്റികളും ഉണ്ട് കേട്ടോ. ആ കാണിച്ചതിനേക്കാളും വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ പ്രതീക്ഷിക്കുന്ന സൈസിനേക്കാളും വലിയ പൂക്കൾ വിരിയുന്ന വെറൈറ്റികളല്ലാതെ ഉണ്ട്. പിന്നെ നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മുടെ പ്ലാന്റുകൾ അയക്കുന്നത്. അതേപോലെ തന്നെ മൊക്കാറ പ്ലാന്റുകൾ കൊറിയർ അയക്കുന്ന സമയത്ത് സ്പീഡ് പോസ്റ്റ് ടോപ്പ് കട്ടായാലും സൈഡ് കട്ടായാലും പ്രത്യേകിച്ച് ടോപ്പ് കട്ട് വരുന്ന സമയത്ത് നമുക്ക് ബോക്സിൻ്റെ സൈസ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കൊറിയർ ചാർജിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ എൻക്വയറി സമയത്ത് നമുക്ക് ഓരോ പ്ലാന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഓരോ വെറൈറ്റിയുടെയും സൈസ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പ്ലാന്റ് എടുത്ത് സൈസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അതേസമയം നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ ആവറേജ് സൈസ് നമ്മൾ കാണിച്ചു തരും. അയക്കുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോ പാക്കിങ്ങിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ അയച്ചു തരികയും ചെയ്യും. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ മറുപടി പെട്ടെന്ന് തന്നെ കിട്ടിയില്ലെങ്കിലും ആരും പരിഭവമൊന്നും കരുതരുത്. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്